ഹലോ ഡിയേഴ്സ്, പവിത്രം ഒരു കിഡിലൻ പ്രൊമോ പ്രേക്ഷകരെ ഒരു വിഷു സമ്മാനം എന്നോണം ഒരു അടിപൊളി പ്രൊമോ നമ്മുടെ വിഷു ദിനത്തില് നമ്മുടെ വേദ നമ്മുടെ ശ്രീജേടത്തിക്ക് ഒരു അടിപൊളി സർപ്രൈസ് ഒരുക്കുവാട്ടോ. നമ്മുടെ ശ്രീജേടത്തിയുടെ സ്വന്തം മകൾ നമ്മൾ പ്രേക്ഷകർ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ കുട്ടീനെ ആ ഒരു കണ്ണന്റെ വേഷമൊക്കെ ധരിച്ച് വിഷുക്കണിയാക്കി നമ്മുടെ വേദ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പൊ കണി കാണാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങുമ്പോൾ നമ്മുടെ ആ ഒരു കൊച്ചുകുട്ടീനൊക്കെ നമ്മുടെ കൃഷ്ണന്റെ രൂപത്തിലൊക്കെ അണിയിച്ചൊരുക്കും നമ്മുടെ വിക്രം ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് അടിപൊളി വിഷുക്കണിയും അടിപൊളി വിഷു ആഘോഷമൊക്കെ തന്നെയാട്ടോ നമുക്ക് ആ ഒരു പവിത്രം പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ശ്രീജേടത്തിയുടെ ജീവിതം ഒന്ന് പച്ച പിടിപ്പിച്ച് വരുമ്പോഴത്തേക്കും അവിടെ നന്ദിനിയുടെ കുറെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ നന്ദിനിയടുത്ത് നമ്മുടെ വേദയെ ഇങ്ങനെ അടിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ വേദ നല്ല രീതിയിൽ തന്നെ തിരിച്ചും പ്രതികരിക്കുന്നുണ്ട്. പിന്നീടാണ് നമ്മുടെ പുതിയ അതിഥി അച്ചമ്മ എത്തുന്നത്. അച്ചമ്മ പൊളിയാട്ടോ. അച്ചമ്മയും വേദയും കൂടി കമ്പനി ആകുന്നുണ്ട്. അച്ചമ്മയും വേദയും കൂടി ചേർന്ന് നമ്മുടെ വിക്രത്തിനെ ശരിയാക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും കൂട്ടുകാരെ? ഇതിനിടയിൽ നമ്മുടെ വേദ വിക്രം ഇങ്ങനെ തോക്കും പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ കാണിച്ച് നമ്മുടെ വിക്രത്തിനെ ഭയങ്കരമായിട്ട് വിക്രത്തിനോട് ദേഷ്യപ്പെടുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വേദയ്ക്ക് വേണ്ടി നമ്മുടെ വിക്രം കുറച്ചൊക്കെ മാറാൻ തയ്യാറായിട്ടുണ്ട്. പോരാ തന്നെ നമ്മുടെ അച്ഛമ്മയും കൂടി കൂടെയുണ്ട് ഇനി നമ്മുടെ വേദയ്ക്കൊപ്പം. ഒരു പൊളി എപ്പിസോഡുകളായിട്ട് വരാൻ പോകുന്നത്. ഏറ്റവും ഒടുവിലത്തെ കാഴ്ച എന്ന് വെച്ചാല് നമ്മുടെ വേദ ആദ്യ രാത്രിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി കയ്യില് പാൽ ഗ്ലാസ് ഒക്കെ ആയിട്ട് നമ്മുടെ ശ്രീജയടത്തെയും നന്ദിനിയടത്തെയും കൂടെ നമ്മുടെ വേദയെ വിക്രത്തിനെ മുറിയിലേക്ക് ആക്കുന്ന ഒരു അടിപൊളി രംഗങ്ങളാട്ടോ കൂട്ടുകാരെ. ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡുകളാട്ടോ നമ്മൾ പവിത്രത്തിൽ വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.